ഉൽപ്പത്തി പുസ്തക വായന 38-ാം അധ്യായം. യൂദായും താമാറും. അക്കാലത്ത് യൂദ തൻ്റെ സഹോദരന്മാരെ വിട്ട് ഹീറ എന്നു പേരായ ഒരു അദുല്ലാംകാരൻ്റെ അടുത്തേക്ക് പോയി. അവിടെ അവൻ ശൂവ എന്നു പേരായ ഒരു കാനാൻകാരൻ്റെ മകളെ കണ്ടു. അവളെ ഭാര്യയായി സ്വീകരിച്ച് അവളോട് ചേർന്നു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. യൂദ അവന് ഏർ എന്ന് പേരിട്ടു. അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവനെ അവൾ ഓനാൻ എന്ന് വിളിച്ചു. അവൾ വീണ്ടും ഗർഭിണിയാകുകയും ഒരു മകനെ പ്രസവിക്കുകയും ചെയ്തു. അവനെ അവൾ ഷേല എന്ന് വിളിച്ചു. അവൻ ജനിക്കുമ്പോൾ യൂദ കെസീബിലായിരുന്നു. തൻ്റെ കടിഞ്ഞൂൽ പുത്രനായ ഏറിന് യൂദ ഒരു ഭാര്യയെ തിരഞ്ഞെടുത്തു. അവളുടെ പേർ താമാർ എന്നായിരുന്നു. യൂദായുടെ കടിഞ്ഞൂൽ പുത്രനായ ഏർ കർത്താവിൻ്റെ മുമ്പിൽ ദുഷിച്ചവനായിരുന്നു. കർത്താവ് അവനെ മരണത്തിനിരയാക്കി. അപ്പോൾ യൂദ ഓനാനെ വിളിച്ചു പറഞ്ഞു, നിന്റെ സഹോദരൻ്റെ ഭാര്യയെ വിവാഹം ചെയ്ത് സഹോദരന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുക. സന്തതി തൻ്റേതായിരിക്കില്ലെന്ന് അറിയാമായിരുന്ന ഓനാൻ തൻ്റെ സഹോദരന് വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിക്കാതിരിക്കാൻ സഹോദര ഭാര്യയുമായി ചേർന്നപ്പോൾ ബീജം നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു. അവൻ ചെയ്തത് കർത്താവിന് അനിഷ്ടമായതിനാൽ അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി. അപ്പോൾ യൂദ തൻ്റെ മരുമകളായ താമാറിനോട് പറഞ്ഞു, എൻ്റെ മകൻ ഷേല വളരുന്നവരെ നിൻ്റെ പിതാവിൻ്റെ വീട്ടിൽ ഒരു വിധവയായി പാർക്കുക. അവനും സഹോദരന്മാരെ പോലെ മരിച്ചേക്കുമെന്ന് യൂദ ഭയപ്പെട്ടു. താമാർ തൻ്റെ പിതാവിൻ്റെ വീട്ടിൽ പോയി താമസിച്ചു. കുറേ നാൾ കഴിഞ്ഞ് യൂദായുടെ ഭാര്യ ശൂവയുടെ മകൾ മരിച്ചു. ദുഃഖത്തിന് ആശ്വാസമുണ്ടായപ്പോൾ അവൻ തൻ്റെ സുഹൃത്ത് അദുല്ലാംകാരൻ ഹീറയുടെ കൂടെ തിമ്നായിൽ ആടുകളുടെ രോമം കത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് പോയി. നിൻ്റെ അമ്മായിപ്പൻ ആടുകളുടെ രോമം മുറിക്കാൻ തിമ്നായിലേക്ക് പോകുന്നുണ്ട് എന്ന് ആടുകൾ താമാറിനോട് പറഞ്ഞു. ഷേലയ്ക്ക് പ്രായമായിട്ടും തന്നെ അവന് വിവാഹം ചെയ്തു കൊടുക്കുന്നില്ലെന്ന് കണ്ട് താമാർ തൻ്റെ വിധവാ വസ്ത്രങ്ങൾ മാറ്റി ഒരു മൂടുപടം കൊണ്ട് ദേഹമാകെ മറച്ചു. തിമ്നായിലേക്കുള്ള വഴിയിൽ എനായിം പട്ടണത്തിൻ്റെ വാതിക്കൽ പോയി ചെന്നിരിപ്പായി. മുഖം മൂടിയതുകൊണ്ട് അവൾ ഒരു വേശ്യയാണെന്ന് യൂദ വിചാരിച്ചു. വഴിപക്കത്ത് അവളുടെ അടുത്തേക്ക് ചെന്ന് അവൻ പറഞ്ഞു, വരൂ, ഞാൻ നിന്നെ പ്രാപിക്കട്ടെ. തൻ്റെ മരുമകളാണ് അവളെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. അവൾ ചോദിച്ചു, അങ്ങ് എനിക്ക് എന്ത് പ്രതിഫലം തരും? അവൻ പറഞ്ഞു, ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ ഞാൻ കൊടുത്തയക്കാം. അവൾ ചോദിച്ചു, അതിനെ കൊടുത്തയക്കുന്നതുവരെ എന്തുറപ്പാണ് എനിക്ക് തരിക? അവൻ ചോദിച്ചു, ഉറപ്പായി എന്താണ് ഞാൻ നിനക്ക് തരേണ്ടത്? അവൾ പറഞ്ഞു, അങ്ങയുടെ മുദ്രവും വളയും കയ്യിലെ വടിയും. അവൻ അവയെല്ലാം അവൾക്ക് കൊടുക്കുകയും അവളെ പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ അവൾ അവനിൽ നിന്ന് ഗർഭം ധരിച്ചു. അവൾ അവിടെ നിന്ന് പോയി തൻ്റെ മൂടുപടം മാറ്റി വിധവാവസ്ത്രം ധരിച്ചു. താൻ ഈടുകൊടുത്തവ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ യൂദ അദുല്ലാംകാരനായ സ്നേഹിതൻ്റെ കയ്യിൽ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു. എന്നാൽ അവൻ അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവൻ സ്ഥലത്തുള്ളവരോട് ചോദിച്ചു, എനായിമിലെ വഴിവക്കിലിരുന്ന വേശ്യ എവിടെ? അവർ പറഞ്ഞു, ഇവിടെ അങ്ങനെയൊരു വേശ്യയില്ല. അവൻ തിരിച്ചു ചെന്ന് യൂദായോട് പറഞ്ഞു, അവളെ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവിടെ ഒരു വേശ്യ ഉണ്ടായിരുന്നില്ല എന്ന് അവിടുത്തുകാർ പറയുകയും ചെയ്തു. യൂദാ പറഞ്ഞു, സാധനങ്ങൾ അവൾ സ്വന്തമായി വെച്ചുകൊള്ളട്ടെ. നമ്മെ ആരും പരിഹസിക്കരുതല്ലോ. ഞാൻ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു, എന്നാൽ നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഏതാണ്ട് 3 മാസം കഴിഞ്ഞപ്പോൾ തൻ്റെ മരുമകളായ താമാർ വേശ്യാവൃത്തി നടത്തിയെന്നും അവളിപ്പോൾ ഗർഭിണിയാണെന്നും യൂദ കേട്ടു. അവൻ പറഞ്ഞു, അവളെ പുറത്തിറക്കി ചുട്ടുകളയുക. അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ തൻ്റെ അമ്മായിപ്പന് ഒരു സന്ദേശം അയച്ചു, ദയചെയ്ത് ഈ മുദ്രമോതിരവും വളയും വടിയും ആരുടേതെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ ഉടമസ്ഥനിൽ നിന്നാണ് ഞാൻ ഗർഭിണിയായത്. അവ തൻ്റേതെന്ന് യൂദ സമ്മതിച്ചു. അവൻ പറഞ്ഞു, എന്നേക്കാൾ നീതിയുള്ളവളാണ് അവൾ. ഞാൻ അവളെ എൻ്റെ മകൻ ഷേലയ്ക്ക് ഭാര്യയായി കൊടുത്തില്ലല്ലോ. പിന്നീട് അവൻ അവളെ പ്രാപിച്ചില്ല. അവൾക്ക് പ്രസവ സമയമെടുത്തു. അവളുടെ ഉദരത്തിൽ 2 കുഞ്ഞുങ്ങളായിരുന്നു. പ്രസവവേദന തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞ് കൈ പുറത്തേക്ക് നീട്ടി. ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞ് സൂതികർമ്മിണി അവൻ്റെ കയ്യിൽ ചുവന്ന ഒരു ചരട് കെട്ടി. പക്ഷേ അവൻ കൈ ഉള്ളിലേക്ക് വലിച്ചു. അവൻ്റെ സഹോദരൻ പുറത്തേക്ക് വന്നു. നീ തന്നെത്താൻ പുറത്തേക്ക് വഴിയുണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞ് അവൾ അവനെ പെരേസ് എന്ന് വിളിച്ചു. പിന്നീട് കയ്യിൽ ചുവന്ന ചരടുമായി അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. അവന് സേറഹ് എന്ന് പേരിട്ടു.